ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ അവിടെ നിന്ന് വീണ്ടും നമുക്ക് തുടരാം. അപ്പോൾ വി വിൽ സ്റ്റാർട്ട് വേർ വി ഫിനിഷ്. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ പറയുമ്പോൾ അതിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ, അത് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. വളരെ സോ സിമ്പിൾ. ഇപ്പോൾ നോക്കാം, അതിൽ തേർഡ് ലോ എന്താണെന്ന് നോക്കാം. ഇഫ് ദി ഗിവൺ സെൻറ്റൻസ് ഹാസ് ആൻ ഓക്സിലറി, സപ്ലൈ ഡു, ഡിഡ് ഓർ ഡസ് അക്കോർഡിംഗ് ടു ദി ടെൻസ് ഫോം ഓഫ് ദി വെർബ്. മനസ്സിലായോ? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ടോൾ യു? ഒന്നും കൂടി നോക്കാം. If the given sentence has an auxiliary, supply do, did or does according to the tense form of the verb. നോക്കാം. हिंदी में शब्द न हो तो कलम के अनुसार छोड़ छोड़ दीजिए. Do, did or does add कीजिए. അതായത് മലയാളത്തിൽ നമുക്ക് നോക്കാം. ഇറ്റ്സ് ഇൻ മലയാളം. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ്, അതായത് സഹായ ക്രിയ ഇല്ലെങ്കിൽ വാചകത്തിലെ വെർബിൻ്റെ ടെൻസ് രൂപം അനുസരിച്ച് ഡു, ഡിഡ് അല്ലെങ്കിൽ ഡസ് ചേർത്ത് എഴുതണം. മനസ്സിലായി? പിന്നെ നോട്ട് കൂടെ വരും കേട്ടോ, ആസ് യൂഷ്വൽ. കാരണം ഇല്ലാതെ വെർബ് വരില്ല. എനിവേ ചില സമയങ്ങളിൽ അങ്ങനെയും വരാം കേട്ടോ, പക്ഷേ ഇത് തെറ്റാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഇനിയും പുറം രാജ്യങ്ങളിലുള്ള മറ്റ് രാജ്യക്കാർക്കൊരു സംശയം ഉണ്ടാവും. അത് ഡൗട്ട് ചെയ്ത് എന്താണ് ഈ ഹിന്ദി മലയാളം എന്നുള്ളത്. സോ ഐ ടെൽ ദം വാട്ട് ഇറ്റ്സ്. ഓക്കെ, ഇറ്റ്സ് അവർ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി, യു നോ. ദെൻ മലയാളം, ഇറ്റ്സ് അവർ ഒറിജിനൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. മറന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഒക്കെ അങ്ങനെ ചകഞ്ഞെടുത്ത് വരിക എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ കണ്ടിന്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എപ്പോഴും നിങ്ങൾ എൻ്റെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ദെൻ നോട്ടിഫിക്കേഷൻ, അതായത് ബെല്ലൈക്കോൺ അടിച്ച് ദെൻ ഓൾ പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. എന്നാലും ക്ലാസ്സസ് യു ഗെറ്റ് ക്ലാസ്സസ് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, എനിവേ ദി ബോത്ത് ക്ലാസ്സസ് ഇൻ യൂട്യൂബ് and Facebook both are totally different, so you must watch both. അപ്പോൾ എൻ്റെ ഇതിലെ യൂട്യൂബിലെ ലിങ്ക് ഞാൻ ഒന്നും കൂടി പറയാം വീണ്ടും. സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. ദെൻ ഇൻ ഫേസ്ബുക്ക് പേജ് പ്രകാശ് ടി കെ സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ. യു ഷുഡ് ഫോളോ ഇറ്റ്. ആദ്യം നിങ്ങളത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ തുടർച്ച യു ക്യാൻ ഗെറ്റ് ദ ക്ലാസ്സസ് കണ്ടിന്യൂസ്ലി. ദാറ്റ്സ് വൈ. അപ്പോൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ലൈക്ക്, ദെൻ ഷെയർ ടു ആൾ. എല്ലാവരും മനസ്സിലാക്കട്ടെ, അറിയട്ടെ. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ മറവി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞവിടെ മറവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഞാനേതോ ചെറിയ ക്ലാസ്സുകളിൽ ഏതിലാണെന്ന് ഓർമ്മയില്ല, 4-ലാണോ 5-ലോ 6-ലോ ആണെന്ന് തോന്നുന്നു, ഹിന്ദി ഒരു പാഠം, ഒരു കഥ, ചെറിയൊരു കഥ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു വ്യക്തി, അദ്ദേഹം കുറേ കണ്ണട തിരഞ്ഞ് നടക്കുകയാണ്. ഒരുപാട് ഭാഗത്ത് കുറേ തിരഞ്ഞ് എവിടെയും ഇദ്ദേഹം സാധാരണ വയ്ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കണ്ണട തിരഞ്ഞ് നടക്കുകയാണ്. എവിടെയും കാണാനില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു. അതായത്, നീ എൻ്റെ കണ്ണട കണ്ടോ എവിടെയും കാണാനില്ല. അപ്പോൾ ഭാര്യ അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാം, കണ്ണട നിങ്ങളുടെ മുഖത്ത് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കാം. മറവി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഒന്നാണ്. എനിക്കൊക്കെ ഒരുപാട് മറവിയുള്ള മനുഷ്യരാണ് കേട്ടോ, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ദിസ് സ്റ്റോറി ഇൻ ടു ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, ഫസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. വൺസ് when I was 6th or 7th standard, I studied a short story in Hindi, in our national language. A man, he is searching for his specs. He haven't found anywhere. Usually he puts some there and here and there. Then he searched all
voice all places. He can't, he couldn't. At last he called his wife. Did you find my specs? She answered, Oh, it's in your face, man. Okay, हिंदी में आदमी मैं 6 कक्षा और 5 कक्षा में ये पाठ पढ़ते हैं. आदमी सर्च्ड फॉर हिज ऐनक. वो सर्च्ड इधर उधर. At last call his baby. Hey, मेरा ऐनक देखे तुम क्या? बेबी हंसते के साथ आंसर कीजिए. ओ तुमसे नाक में ऊपर है. ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തമാശയൊക്കെ കൂടി മുന്നോട്ട് പോകാം. പഠനം ആവശ്യമാണ്. യു മസ്റ്റ് സ്റ്റഡി. ഐ ഷുവർ ഐ വിൽ എഗ്രി ടു യു. യു ഷുഡ് സ്പീക്ക് വിത്തിൻ മന്ത്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ തുടരാം. ഇത് കുറേ ഉണ്ട് കേട്ടോ. അത് പഠിച്ചെടുത്താൽ വളരെ വളരെ സോ സിമ്പിൾ. ഇനി അടുത്തതിലേക്ക് കിടക്കാം. നോക്കാം നമുക്ക്. അപ്പോൾ നോക്കാം അതിൻ്റെ ഈ കൊടുത്തിട്ട് എൻ്റെ എക്സാമ്പിൾ നോക്കാം. Look at this example. They laugh loudly. Don't they? Present. It's in present tense. So, look. Don't they? It's the question tag because the laugh is in the verb is in present form. That's why. वे जोश से हंसते हैं. नहीं वे जो हंसते. It's in what? You know, it's in not Adit, it's in Bhutkal mein. Bhutkal. I haven't written here, that's why. അവർ ഉറക്കെ ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ഹസ്തെ ഭൂത്കാൽ മേ നഹീ ബേ. ക്വസ്റ്റ്യൻ ടാഗ്. അവർ ഉറക്കെ ചിരിക്കുന്നു. ഇതാണ് ഇവിടെ വെർബ് വരുന്നത്. ഇല്ലേ ടാഗായി വരുന്നു. വർത്തമാനകാൽ. നോക്കാം. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് വരുന്നത് തേർഡ് വൺ എന്താണെന്ന് നോക്കാം. അതായത് പാസ്റ്റിൽ വരുമ്പോൾ എന്താണ് വ്യത്യാസം വരിക. ദി ഡോഗ് ബാക്ക്ഡ്. അതിൻ്റെ ചിന്ത മനസ്സിലല്ലോ. സംഭവിച്ചേ. അപ്പോൾ നോക്കാം ഇവിടെ നമുക്ക്. ദി ഡോഗ് ബാർക്ക്ഡ്. Didn't it? Past. Kute. Psyche is the verb. Nahi ke, it's the question tag. Atit kaal mein. Psyche. Atit kaal mein. Naya kurachu. Ille. Kurachu എന്നുള്ളതാണ് ഇവിടെ വെർബ് കേട്ടോ. ക്രിയ. ഇല്ലേ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇത്രയുള്ളൂ. വളരെ എളുപ്പം. അത് ഭൂതകാലത്തിലാണ് വെർബ്. കുരച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലം അല്ലേ. അദ്യത് കാൽമേ അല്ലേ. പാസ്റ്റ് ടെൻസ് മേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ വളരെ വളരെ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. കുറേ നിയമങ്ങളുണ്ട്. ഇനിയുണ്ട് 1-2 നിയമങ്ങൾ വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാറ്റി നോക്കാം. എല്ലാം മിക്സഡ് ആക്കിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. അത് സിമ്പിൾ പ്രസൻറ്റ് മാം. Smita writes a letter. Or doesn't she? Or writes is in simple present form. You know? So, its tag should be in simple present form. So, we add doesn't here and put the subject after it and put a question mark. That's all. Very simple, is it? Simple present. So the verb is in simple present. Now comes Smita एक निबंध लिख रही है. निबंध, not निबंध, निबंध लिख रही है. नहीं वो. निबंध is the verb. क्रिया है. Then रही है. निबंध रही है. नहीं वो is the question tag. ललित वर्तमान काल में. വർത്തമാൻ കാൽ. ഓക്കെ, ലളിത് വർത്തമാൻ കാൽ. സ്മിത ഒരു എഴുത്ത് എഴുതുന്നു.
ഇല്ലേ എഴുതുന്നു എന്നുള്ളതാണ് ഇവിടെ ക്രിയ വെർബ്. ഇല്ലേ എന്നുള്ളത് ടാഗും ആകും. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ എക്സാമുകളൊക്കെ വരുന്നു. അതുപോലെ എനിക്കറിയാം കുറേ PSC, SSC, ബാങ്ക് ടെസ്റ്റ്, സോ മെനി ടെസ്റ്റ്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് എൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് ആട്ടോ. ഞാൻ എവിടെ നിന്നും കോപ്പി ചെയ്യുന്നതല്ല. അത് ഞാൻ പറയാം. ഇറ്റ്സ് മൈ ഓൺ വേ. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഷുവർ, ഐ വിൽ ഗിവ് യു 100% ഷുവർട്ടി. ഐ ഷുഡ് സ്പീക്ക് യു. ഞാൻ നിങ്ങളെ സംസാരിപ്പിക്കും, ഉറപ്പാണ്. സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ്. ഓക്കെ ദെൻ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.